ശ്രീ തോംസൺ കെ ജോർജ് കർണാടകയാണോ ഈ ഞാൻ വരാം സാർ, ഞാൻ വരാം. ശ്രീ തോംസൺ കെ ജോർജ് കർണാടകയാണോ അജിയെ കൊലപ്പെടുത്തിയത്? അജിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി കർണാടക സർക്കാരാണോ, കർണാടക വനം വകുപ്പാണോ? അങ്ങനെയാണോ ഈ സർക്കാർ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നത്? ആദ്യമായി യൗവനം വിട്ട് മാറാത്ത ഒരു സമയത്ത് ജീവിതം തല്ലിക്കെടുത്തപ്പെട്ട ആ സാധു മനുഷ്യനും ഉള്ള ആദരാഞ്ജലി ഞാൻ അർപ്പിച്ചുകൊള്ളട്ടെ. നമുക്ക് പ്രതികളെ തപ്പി പോകാം. ഇവിടെ ഇപ്പോൾ കേട്ട സംവാദം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ മുമ്പിൽ എന്ത് വിധിയാണ് ഉള്ളത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു സൂചനയാണ് നൽകുന്നത്. വെറും രാഷ്ട്രീയ വിവാദമാക്കി ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ അധപ്പതിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കിഫ ഇതിനോട് വളരെ ശക്തമായി വിയോജിക്കുകയാണ്. ജനപക്ഷത്ത് നിന്ന് ഇവിടുത്തെ രാഷ്ട്രീയ അധികാരികൾ എന്ന് സംസാരിച്ചു തുടങ്ങും. ഒരാൾ പറയുന്നു റേഡിയോ പാസ്വേഡ് കിട്ടിയില്ല, റഡാർ കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പച്ച ജീവൻ എടുത്തിട്ട് ആന ആ പ്രദേശത്ത് തന്നെയുണ്ട്, കൃത്യമായ വിവരം നമുക്കുണ്ട്. ഇപ്പം കിട്ടിയോ പാസ്വേഡ്? ഇപ്പോൾ റഡാർ കയ്യിലുണ്ടോ? ശ്രീ സഹദേവന് വിവരം വല്ലതും ഉണ്ടോ? സണ്ണി ജോസഫ്, ഞാൻ ചോദിക്കട്ടെ, ആർക്കും ഇതിൽ ഒഴിവില്ല. അല്പകാലം മുമ്പ് പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന ഒരു യുവാവിനെ കടുവ ഭക്ഷണമാക്കിയപ്പം ഇവിടെ ഒരു MP ഉണ്ടായിരുന്നല്ലോ. ഒരു വാക്ക് വന്നോ അദ്ദേഹത്തിന് വായിൽ നിന്ന്? ആർക്കാണ് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? അല്ല, ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ പറഞ്ഞതിനകത്തെ ഭംഗിക്കുറവുണ്ടോ? അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ തൊട്ട് എഴുതി കൊടുത്തത് വായിച്ചിട്ടുള്ളതല്ലാതെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു അതിശയവും തോന്നുന്നില്ല. കേളുവേട്ടന് ശങ്കയുണ്ടായില്ല എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ സന്തോഷവും സങ്കടവും ഇല്ല. ഇതൊന്നും അല്ല വിഷയം. കേരളം ഇന്ന് മുൾമുനയിലാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 1/3 വരുന്ന ഭാഗത്തെ ജനം നാളെ പുലർന്ന് വഴിയിലോട്ടിറങ്ങിയാൽ തിരിച്ച് ജീവനോടെ വീട്ടിൽ കയറുമെന്നറിയാൻ മേലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്.